Good morning. Today we are going to discuss about services. Already discussed so many services. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ സർവീസസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ സർവീസസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത്? അണ്ടർ റൈറ്റിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രോക്കേഴ്സ്, ഡിപ്പോസിറ്ററി എന്താണ്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആരാണ്, ടാക്സ് പ്ലാനിങ്, ഇതുപോലെയുള്ള കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം, അതുകൊണ്ടുള്ള ഫീച്ചേഴ്സ് എന്തെല്ലാം എന്നൊക്കെ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേറൊരു സർവീസസ് പരിചയപ്പെടാം. ആ സർവീസസിൻ്റെ പേരാണ് ഫാക്ടറിങ്. എന്താണ് ഫാക്ടറിങ്? ഫാക്ടറിങ് എന്താണെന്ന് പറയുന്നതിനെക്കാട്ടി മുന്നേ തന്നെ ഫാക്ടർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു സർവീസസ് ആണ്. അതായത് ഫാക്ടറിങ് ഈസ് എ ഫിനാൻഷ്യൽ സർവീസ്. ഫാക്ടറിങ് എന്താണ്? ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ സ്പെഷ്യലിസ്റ്റ് കമ്പനികളെ അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പറയുന്ന പേരാണ് ഫാക്ടർ. ആരാണോ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള കമ്പനികളെ പറയുന്ന പേരാണ് ഫാക്ടർ. അങ്ങനെ ആ ഫാക്ടറും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ സർവീസസിനെ പറയുന്ന പേരാണ് ഫാക്ടറിങ്. ശ്രദ്ധിക്കാം, ഫാക്ടറിങ് ഈസ് എ ഫിനാൻഷ്യൽ സർവീസ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ. ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഒരു ഫിനാൻഷ്യൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻവോൾവിങ് ദ കൺവേർഷൻ ഓഫ് ക്രെഡിറ്റ് ബിൽസ് ഇൻ ടു ക്യാഷ്. എന്താ ഇവിടുത്തെ മെയിൻ എയിം? ടു കൺവേർട്ട് ക്രെഡിറ്റ് ബിൽസിനെ ക്യാഷ് ആക്കിയിട്ട് എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാം. ആരൊക്കെ ഇരിക്കും നടത്തുന്നുണ്ടാവുക? ഫാക്ടറും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഓർ കോൺട്രാക്ച്വൽ സർവീസാണത്. വേറൊരു ഡെഫിനേഷൻ നോക്കാം. ഫാക്ടറിങ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ എ ഫാക്ടർ ആൻഡ് ഹിസ് ക്ലയൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് അറ്റ് ലീസ്റ്റ് 2 ഓഫ് ദ ഫിനാൻഷ്യൽ സർവീസസ് ടു ബി പ്രൊവൈഡഡ് ബൈ ദി ഫാക്ടർ. ഫാക്ടറും ക്ലയൻറ്റും തമ്മിൽ നടത്തുന്ന ഒരു കോൺട്രാക്ച്വൽ സർവീസ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അറ്റ്ലീസ്റ്റ് 2 ഫിനാൻഷ്യൽ സർവീസസ് എങ്കിലും ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന. അതായത് ഫിനാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, കളക്ഷൻ ഓഫ് ഡെപ്റ്റ്സ്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ക്രെഡിറ്റ് റിസ്ക്. ഇതിൽ ഏതെങ്കിലും 2 ഫിനാൻഷ്യൽ സർവീസസ് എങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതിനെ പറയുന്ന പേരാണ് ഫാക്ടറിങ്. ഇത്രയേ ഉള്ളൂ. ഫാക്ടറിങ് ഈസ് എ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡഡ് ബൈ ഫാക്ടർ. ഫാക്ടർ പ്രൊവൈഡ് ചെയ്യണം. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ക്ലയൻറ്റിനെ. ഇങ്ങനെ നടത്തുന്ന ഒരു സർവീസസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് ഫാക്ടറിങ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന്. ഫാക്ടറിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഫാക്ടറിങ് ഇസ് എ മോഡ് ഓഫ് ഫിനാൻസിങ് ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ സർവീസ്. ഫാക്ടറിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫിനാൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പെഷ്യലിസ്റ്റ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് കമ്പനികളെ പറയുന്ന പേരാണ് ഫാക്ടർ. രണ്ടാമത്തെ ഫീച്ചർ, ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ സർവീസ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ഫാക്ടേഴ്സ്. ക്ലയൻറ്റും ഫാക്ടേഴ്സും തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ സർവീസസ് ആണ് ഫാക്ടറിങ്. ഫാക്ടേഴ്സ് എന്താണ് മെയിൻ എയിം? ടു കൺവേർട്ട് ക്രെഡിറ്റ് ബിൽസ് ഇൻ ടു ക്യാഷ്. ഔട്ട്സ്റ്റാൻഡിങ് റിസീവബിൾസിനെ ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. ഫാക്ടറിങ് ഇസ് എ കണ്ടിന്യൂസ് അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ഫാക്ടർ ആൻഡ് ക്ലയൻറ്റ്. ഫാക്ടറും ക്ലയൻറ്റും തമ്മിൽ നടത്തുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഫാക്ടറിങ്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാക്ടറിങ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫാക്ടറിങ്? ഫാക്ടറിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പർച്ചേസ് ആൻഡ് കളക്ഷൻ ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റ്സ് പർച്ചേസ് ചെയ്യാം ആൻഡ് കളക്ട് ചെയ്യാം. സെയിൽസ് ലെഡ്ജർ മാനേജ്മെൻറ്റ്. നല്ല രീതിയിൽ ടു മാനേജ് സെയിൽസ് ലെഡ്ജർ
ക്രെഡിറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ക്രെഡിറ്റ് റിസ്ക് മാക്സിമം റിഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക, പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് എഗെയിൻസ്റ്റ് ട്രേഡ് ഡെപ്റ്റ്സ് വേണ്ട പ്രൊവിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, റെൻഡറിങ് കൺസൾട്ടൻസി സർവീസസ് വേണ്ട ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം, ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇത്രയുമാണ് ഫങ്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് ഫാക്ടറിങ്ങിൻ്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. അതായത് ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഫാക്ടറും ക്ലയൻറ്റും കൂടിയിട്ടുള്ള ഒരു സർവീസസ് ആണ്. ഇവിടെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഓരോ ഫാക്ടേഴ്സും ഡിഫറെൻ്റ് കൈൻഡ്സ് ആയിട്ടായിരിക്കാം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. ദർ ആർ സോ മെനി ടൈപ്സ്. ഫസ്റ്റ് വൺ, വിത്തൗട്ട് റീകോഴ്സ് ഫാക്ടറിങ് ഓർ ഫുൾ സർവീസ് ഫാക്ടറിങ്. ഒന്നാമത്തെ ഫാക്ടറിങ് ആണ് ഫുൾ സർവീസ് ഫാക്ടറിങ്. സെക്കൻഡ് വൺ, മെച്യൂരിറ്റി ഫാക്ടറിങ്, ബൾക്ക് ഫാക്ടറിങ്, ഇൻവോയ്സ് ഫാക്ടറിങ്, ഏജൻസി ഫാക്ടറിങ്, ഇൻ്റർനാഷണൽ ഫാക്ടറിങ്, ദെൻ ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഫാക്ടറിങ്. ഇത്രയും ഫാക്ടറിങ്ങുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ 3 ഫാക്ടറിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഫുൾ സർവീസ് ഫാക്ടറിങ്. അതിനെ പറയുന്ന വേറൊരു പേരാണ് വിത്തൗട്ട് റീകോഴ്സ് ഫാക്ടറിങ്. വീണ്ടും റീകോഴ്സ് ഒന്നും ചെയ്യാതെ തന്നെ ഒറ്റയടിക്ക് തന്നെ എന്ത് ചെയ്യാണ്? ഫുൾ സർവീസസും പ്രൊവൈഡ് ചെയ്യാണ്. ഒരൊറ്റ ടൈമിനുള്ളിൽ, അറ്റ് എ ടൈമിനുള്ളിൽ ഫുൾ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടറിനെ പറയുന്ന പേരാണ് ഫുൾ സർവീസ് ഫാക്ടറിങ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഫാക്ടർ ആൻഡ് എ ക്ലയൻറ്റ്. നമുക്കറിയാം, ഫാക്ടറും ക്ലയൻറ്റും തമ്മിൽ നടത്തുന്ന ഒരു കോൺട്രാക്ച്വൽ ആയിട്ടുള്ള സർവീസസ് ആണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ, ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് തരത്തിലുള്ള സർവീസസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫുൾ സർവീസാണ്, ഫുൾ ഫിനാൻഷ്യൽ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടു കംപ്രൈസ് ഓൾ ഫാക്ടറിങ് സർവീസസ്, എല്ലാ ഫാക്ടറിങ് സർവീസസും കൂടി ഒരുമിച്ച് തന്നെ പ്രൊവൈഡ് ചെയ്യാണ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഫിനാൻസിങ് ആവാം, ഡെപ്റ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കളക്ഷൻ ഓഫ് ഡെപ്റ്റ്, റിസ്ക് കവറേജ്, ഫിനാൻഷ്യൽ അഫെയേഴ്സ് അല്ലേ? അതിൻ്റെ ഫുൾ സർവീസസും ഒരൊറ്റ ടൈമിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ പറയുന്ന പേരാണ് ഫുൾ സർവീസ് ഫാക്ടറിങ്. നെക്സ്റ്റ്, മെച്യൂരിറ്റി ഫാക്ടറിങ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വെൻ ഫിനാൻസിങ് ഈസ് നോട്ട് റിക്വയർഡ്, എപ്പോഴാണോ ഫിനാൻസിങ് ഈസ് നോട്ട് റിക്വയർഡ് ആവുന്നത് ആ സമയത്തിൽ എന്ത് ചെയ്യുക? ആൻ അറേഞ്ച്മെൻറ്റ് ഈസ് മെയ്ഡ് വിച്ച് കംപ്രൈസ് ഫുൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ. അപ്പോൾ എന്തൊക്കെ? അതായത് വെൻ ഫിനാൻസിങ് ഈസ് നോട്ട് റിക്വയർഡ്, എപ്പോഴാണോ ഫിനാൻസ് റിക്വയർ ആവാത്തത് ആ സമയത്ത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് സംഘടിപ്പിച്ച് കറക്റ്റായി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഫുൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ, സെയിൽസ് ലെഡ്ജറിൻ്റെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ നോക്കുക. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ബാഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടാവാം, കിട്ടാക്കടം അല്ലേ? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുക. ദിസ് സർവീസ് ഈസ് കോൾഡ് മെച്യൂരിറ്റി ഫാക്ടറിങ്. ഈ സർവീസസുകളെ പറയുന്ന പേരാണ് ഇത് മെച്യൂരിറ്റി ഫാക്ടറിങ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫുൾ സർവീസ് ഫാക്ടറിങ്. ഇത് ഫുൾ സർവീസ് ഫാക്ടറിങ് തന്നെയാണ്. പക്ഷെ എന്തില്ല? വിത്തൗട്ട് ഫിനാൻസിങ് എലമെൻറ്റ്. ഇവിടെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്നില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അതാണ് ഫിനാൻസിങ് എലമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ഇല്ലാതെ ബാക്കിയെല്ലാം പ്രൊവൈഡ് ചെയ്യാണ് മെച്യൂരിറ്റി ഫാക്ടറിങ്. ദെൻ നെക്സ്റ്റ്, ബൾക്ക് ഫാക്ടറിങ്. എന്താണ് ബൾക്ക് ഫാക്ടറിങ്? ഒരു മോഡേൺ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഒരു ഫിനാൻഷ്യൽ സർവീസസ് ആണ്, പക്ഷേ ഇതെന്താണ്? ഒരു മോഡേൺ ആണ്. അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ഫാക്ടറിങ്, ഈ ഫാക്ടറിങ്ങിൽ ദ ഫാക്ടർ ഗീവ്സ് ഫിനാൻസ്, ഫാക്ടർ എന്ത് ചെയ്യും?
ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എപ്പോഴേ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ? ആഫ്റ്റർ ഡിസ്ക്ലോസിങ് ദ ഫാക്ട് അസൈൻമെൻറ്റ് ഓഫ് ഡെപ്റ്റ്സ് കൺസേൺഡ്. ഡെപ്റ്റുമായി കൺസേൺ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ബൾക്കായിട്ട് ഫാക്ടർ പ്രൊവൈഡ് ചെയ്യണം. ബൾക്കായിട്ട് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. ഇതിന് പറയുന്ന പേരാണ് ബൾക്ക് ഫാക്ടറിങ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ഫിനാൻഷ്യൽ സർവീസസ് ആണ് പഠിച്ചത്. ഏതായിരുന്നു? ഫാക്ടറിങ് ആണ്. ഫാക്ടറിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ ഫങ്ഷൻസ് എന്തെല്ലാം, ആരാണ് ഫാക്ടർ, ഫാക്ടറും ക്ലയൻറ്റും തമ്മിൽ നടത്തുന്ന ഒരു കോൺട്രാക്ച്വൽ സർവീസസ് ആണ് ഫാക്ടറിങ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാക്ടറിങ് നമ്മൾ പഠിച്ചു. ഫുൾ സർവീസ് ഫാക്ടറിങ്, ബൾക്ക് ഫാക്ടറിങ്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്.